ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പവിയും അന്നയും പാർത്തിയെ വിളിക്കാൻ വേണ്ടി അവൻ്റെ ക്ലാസ്സിലേക്ക് പോയി. എടി എന്തോരം ചുള്ളൻ ചെക്കന്മാരാടി. അന്നേ സ്റ്റേ, നിന്റെ കോഴിത്തരം പുറത്തെടുക്കരുത്. പാവം എൻ്റെ ചേട്ടനെ നീ നിരാശകാമുകനാക്കരുത്, അപേക്ഷയാണ്. ഓ, അവളും അവളുടെ ഒരു ആങ്ങളെയും. അങ്ങേര് നിന്റെ ആങ്ങളെയാണെങ്കിൽ ഇപ്പോൾ അങ്ങേര് എൻ്റെ കൂടിയാ, അണ്ടർസ്റ്റാൻഡ്? ഓ ഓ ഓവേ. അന്നയെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് പവി പാർത്തിയെ അന്വേഷിക്കാൻ വന്നു. അവളുടെ ഒരു ഊവ്. അതും പറഞ്ഞ് അന്നയും പവിയുടെ വാലിൽ തൂങ്ങിപ്പോയി. പവി പാർത്തിയുടെ ക്ലാസ്സിൻ്റെ മുന്നിൽ വന്നു നിന്നു. അന്നേരം അവൾക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അന്നയും പവിയും ക്ലാസ്സിൻ്റെ പുറത്ത് സൈഡിൽ നിന്നു. ഇവർക്കിതുവരെ ക്ലാസ് കഴിഞ്ഞില്ലേ പവി? ആവോ, എനിക്കറിയില്ലടി. ദോണ്ടടി, ഒരു ചേട്ടൻ വരുന്നുണ്ട്, നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാമേ. അതിലൂടെ നടന്നു പോകുന്ന ഒരു സീനിയറിൻ്റെ മുന്നിൽ വന്ന് നിന്ന് പവി. ചേട്ടതോ, അവരുടെ ക്ലാസ് എപ്പോഴാണ് കഴിയണേ? പാർത്തിയുടെ ക്ലാസ് ചൂണ്ടി പവി ചോദിച്ചു. ഓ അതോ, അത് നമ്മുടെ സിദ്ധു സാറിൻ്റെ ക്ലാസ്സാ. ആ സാറ് പുതിയതായി വന്നതാ, അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുകയാണ്. കുറച്ച് താമസിക്കുമെന്ന് തോന്നുന്നേ. അതും പറഞ്ഞ് ആ ചേട്ടൻ പോയി. ദേടി, ആ ചേട്ടൻ പോയി. സീനിയർ ചേട്ടൻ പോകുന്ന വഴി ചൂണ്ടി അന്ന പറഞ്ഞു. അതിനിപ്പോൾ എന്താ, ഇനി എന്തിനാ ആ ചേട്ടനെ ഇവിടെ നിൽക്കുന്നേ? നിനക്കത് പറയാം, ഞാനൊന്ന് സ്കാൻ ചെയ്ത് വന്നതാ, അപ്പോഴേക്കും പോയി. പവി അവളെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി. എൻ്റെ ചേട്ടൻ എന്തിൻ്റെ കേടായിട്ടാ ഈ മരമോടിനെ ഇഷ്ടമായെന്ന് ഞാൻ ആലോചിക്കണേ. അതിനന്ന ഒരു വളിച്ചെളി കൊടുത്തു. അവിടെ നിന്ന് കഥകളി കളിക്കാതെ ഇങ്ങോട്ട് വാന്നെ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ പാത്തിയേട്ടനെ പുറത്ത് ചാടിക്കാമെന്നാണ്. എടി, നമുക്ക് ആദ്യം പാത്തിയേട്ടൻ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാം, വായോ. അത് പറഞ്ഞ് അന്നയും പവിയും ജനലിലൂടെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കി. ദോണ്ടടി, നിന്റെ ചേട്ടൻ ഉറക്കം തൂങ്ങുന്നു. താടിക്കും കൈ കൊടുത്ത് ഉറക്കം തൂങ്ങുന്ന പാത്തിയെ ചൂണ്ടിക്കാണിച്ച് അന്ന പറഞ്ഞു. പാവം പാത്തിയേട്ടൻ ആ സാറിൻ്റെ സംസാരം കേട്ട് ഉറങ്ങിയതായിരിക്കും. നിന്നെ പോലെ തന്നെ ഉണ്ട് അതേ സ്വഭാവം. ക്ലാസ്സിൽ കിടന്ന് ഉറക്കം തൂങ്ങുന്നു. പല കാര്യത്തിലും നിന്നെ പോലെ തന്നെ ഒരമ്മയ്ക്ക് പറ്റ മക്കളാ. ബാക്കി പറയാൻ പറ്റാതെ തന്നെ അന്ന മിണ്ടാതെ നിന്നു. പാത്തി, അത് ഞാൻ ഇതിനു മുൻപ് എവിടെയോ കേട്ടിട്ടുണ്ട്. ആദ്യമേ പാത്തിയേട്ടനെ കണ്ടപ്പോൾ മുൻപരിചയം തോന്നിയതാ. പിന്നെ അത് ഞാൻ കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുമ്പോൾ ബാക്കി ആലോചിക്കാൻ എന്തുകൊണ്ട് അവൾക്ക് കിട്ടിയില്ല. അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ ഉടലെടുത്തു. എൻ്റെ പൊന്നു ചേട്ടായി ഒന്ന് പതിയെ പോ. എനിക്ക് ഏട്ടൻ്റെ അത്രയും സ്പീഡ് ഇല്ല. ഒന്നുമില്ലെങ്കിലും ഞാൻ ചേട്ടൻ്റെ ഒരേ ഒരു അനിയത്തിയല്ലേ. അവരുടെ അടുത്ത് കൂടി ഒരു പെൺകുട്ടി അവരുടെ ചേട്ടൻ്റെ കയ്യിൽ തൂങ്ങി പറഞ്ഞു പോകുന്നത് കേട്ട് അന്ന തറഞ്ഞു നിന്നു. പവി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് വീണ്ടും ക്ലാസ്സിലേക്ക് തലയിട്ട് നോക്കി. അതെ, പവിയുടെ ചേട്ടൻ്റെ പേരും പാർത്തി എന്നാ. അപ്പോൾ പവിയുടെ ചേട്ടനാണോ പാർത്തിയേട്ടൻ? രണ്ടു പേർക്കും ഏതാണ്ടൊരു മുഖഛായ ഉണ്ട്. പവിയ ചില സ്വഭാവമുണ്ട്. അപ്പോൾ പാർത്തിയേട്ടൻ ഞങ്ങളുടെ ഏട്ടൻ? അവൾക്കാകെ വല്ലാതെയായി. ഡി, നീ എന്താടി ചിന്തിച്ചിരിക്കുന്നേ? പവിയുടെ സൗണ്ട് കേട്ടാണ് അന്ന ചിന്തകളിൽ നിന്നും എഴുന്നേറ്റത്. എന്താടി അന്നെ, കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ. ഓ അതോ, കണ്ണിൽ കരട് പോയതാ. കരടോ? എന്നിട്ട് പോയോ? അതൊക്കെ പോയി. ദേടി നോക്കിയടി, അതാന്ന് തോന്നുന്നു സിദ്ധു സാറ്. എന്നെ ലുക്കാന്നേ. വിഷയം മാറ്റാൻ അന്ന പറഞ്ഞു. ഓ, നീ ഇവിടെ ആ സാറേ വായി നോക്കിയിരുന്നു. ഞാൻ പാർത്തിയേട്ടിനെ ചാടിക്കാൻ പോകുക. അതും പറഞ്ഞ് പവി പാർത്തിയുടെ ക്ലാസ്സിലേക്ക് പോയി. അന്ന ഒന്ന് ദീർഘശ്വാസമെടുത്ത് സംശയങ്ങളെല്ലാം ഒതുക്കി വെച്ച് പഴയ അന്നയായി മാറി. എടിയെ, ഞാനും വരണു. അത് പറഞ്ഞ് അന്ന പവിയുടെ പുറകെ പോയി. പവി ഒന്ന് നിന്നിട്ട് പാർത്തിയുടെ ക്ലാസ്സിൻ്റെ മുന്നിൽ വന്ന് നിന്നു. സർ, ഇല്ലാത്ത വിനയം വാരിക്കൂട്ടി പവി വിളിച്ചു. അവളുടെ വിളി കേട്ട് ക്ലാസ് മുഴുവനും അവളെ തന്നെ നോക്കി. എന്താ? സിദ്ധു അവളെ തന്നെ നോക്കി ചോദിച്ചു. അവളെ കണ്ടപ്പോഴേ അവൻ്റെ കണ്ണുകൾ എന്തുകൊണ്ടോ വിടർന്നു. അത് സർ, പാർത്തി ഈ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? പാർത്തി എന്ന് ആരോ പറയുന്ന കേട്ടാണ് പാർത്തി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. ക്ലാസ്സിൻ്റെ മുന്നിൽ നിൽക്കുന്ന പവിയെ കണ്ട് പാർത്തി ഒന്ന് ഞെട്ടിപ്പോയി. എന്താ? പാർത്തി പുരുകുയർത്തി അവളോട് ആംഗ്യഭാഷയിൽ ചോദിച്ചു. അതിന് പവി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു. ആരാ പാർത്തി? സിദ്ധു ചോദിച്ചു. ഞാനാ സർ. പാർത്തി എഴുന്നേറ്റ് നിന്നു. അന്നേരമാണ് പവി അത് ശ്രദ്ധിക്കുന്നത്. ആ ക്ലാസ്സിലെ എല്ലാ കോഴികളുടെ കണ്ണും തൻ്റെ ചേട്ടനായ പാർത്തിയുടെ മേലെയാണ്. അപ്പോൾ ചേട്ടനൊരു കൊച്ചു സെലിബ്രിറ്റിയാണ്. എന്തിനാ ഇപ്പോൾ ഇയാൾ അന്വേഷിക്കുന്നത്? അത് സർ, ചേട്ടൻ്റെ അനിയത്തി. ബാക്കി പറയാതെ പവി ഇല്ലാത്ത സങ്കടം ഉണ്ടാക്കി തലകുനിച്ച് നിന്നു. അന്നയാണെങ്കിൽ ഇതൊക്കെ എപ്പോ എന്ന രീതിയിൽ പവിനെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ അനിയത്തിയല്ലേ ഈ നിൽക്കണേ? അപ്പോൾ ഇപ്പോൾ പറഞ്ഞതാരാ? അപ്പോൾ ഇതാരാ? ഇതല്ലേ എൻ്റെ അനിയത്തി? അതേല്ലോ. അപ്പോൾ അതോ? ഇപ്പം ശരിക്കും ഇതൊക്കെ ആരാ? എന്താ ഇവിടെ ഇപ്പോൾ നടക്കണേ?
ആകെ കിളിപോയി നിൽക്കുകയാണ് പാർത്തി. എന്താ കുട്ടി, പറഞ്ഞോളൂ. അത് സർ, ഈ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും ചേട്ടൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്. ആ കുട്ടി ഹോസ്റ്റലിലായിരുന്നു. ഏട്ടനെ കാണാൻ ഓടി വന്നതാ. അപ്പം ഞാൻ പ്രിൻസിപ്പാളോട് ചോദിച്ചപ്പോൾ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ആ, അത്രയേ ഉള്ളൂ. ഞാനൊന്ന് പേടിച്ചു. എനിവേ, താൻ പൊക്കോളൂ. താങ്ക് യു സർ. ഇപ്പോഴാണ് പാർത്തിക്കും അന്നയ്ക്കും ശരിക്കും കാര്യം ക്ലിക്കായത്. പാർത്തി ബാഗും എടുത്ത് ഓടി വന്ന് പവിയുടെ അന്നയുടെയും നടക്ക് കയറി അവരുടെ തോളിൽ കൈയിട്ട് ചിരിച്ചു കളിച്ചു പോയി. പാർത്തി പവിയോട് അടുത്ത് ഇടപെടുന്നത് കണ്ട് ആ ക്ലാസ്സിലെ എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും അസൂയ മൂത്തു. മറ്റു ചിലർക്ക് അത്ഭുതവും. കാരണം ക്ലാസ്സിൽ ആരോടും മിണ്ടാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന പാർത്തിക്ക് ഇങ്ങനെ ചിരിക്കാനും കളിക്കാനും സംസാരിക്കാനും ഒക്കെ അറിയുമോ എന്ന് അത്ഭുതം. പവിയും പാർത്തിയും അന്നയും നേരെ പോയത് ക്യാൻറ്റീനിലാണ്. അന്ന ഇടയ്ക്കിടയ്ക്ക് പാർത്തിയെ നോക്കുന്നുണ്ട്. അത് കൃത്യമായി പാർത്തി കാണുന്നുണ്ട്. പവി, നീ ഇത്തിരി പൊടിക്ക് ഓവറായിട്ടോ. ആണോ? എന്നാൽ നിനക്ക് കയറിയങ്ങ് ഇടപെടാൻ പാടില്ലായിരുന്നു. ഇളിക്കല്ലേ, ഞാനില്ലായിരുന്നുവെങ്കിൽ അവിടെ പോസ്റ്റായനെ. അങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ് 3 പേരും. ഞാനേ ഒന്ന് ക്ലാസ്സിൽ പോയിട്ട് വരാവേ. എനിക്ക് മനസ്സിലായി, നിന്റെ ക്ലാസ് സ്റ്റാഫ് റൂമിൻ്റെ അടുത്താണല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്ന് ഞാൻ പോയിട്ട് വരാമേ. നടക്കട്ടെ നടക്കട്ടെ. പവി നേരെ പോയത് സ്റ്റാഫ് റൂമിന് അടുത്താണ്. അന്നയ്ക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? അവളെ നോക്കാതെ പാർത്തി ചോദിച്ചു. എങ്ങനെ മനസ്സിലായി? നിന്റെ നോട്ടം കണ്ടപ്പോഴേ മനസ്സിലായി. അതിന് അന്ന ചെറുതായി പുഞ്ചിരിച്ചു. ഇനി പറ, എന്താ ചോദിക്കാനുള്ളത്? അത് പാർത്തിയേട്ടൻ ഈ ഇടയ്ക്ക് തന്നെയാണോ പവിയെ കണ്ടിട്ടുള്ളത്? ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്ന്? അന്ന വേറെങ്ങോട്ടോ നോക്കി ചോദിച്ചു. ഇവൾ ജനിച്ച അന്ന് തന്നെ കണ്ടിട്ടുണ്ട്. പാർത്തി അന്ന നോക്കിയാതെ തന്നെ മറുപടി പറഞ്ഞു. അന്നൊരു ഞെട്ടലോടെ പാർത്തിയെ നോക്കി. പ്രതീക്ഷിച്ചു എങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ അന്ന വല്ലാതെയായി. അപ്പോൾ ഞങ്ങളുടെ പാർത്തിയേട്ടനാണോ? നിറകണ്ണുകളോടെ അന്ന അവനെ നോക്കി. അവൻ അന്നയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതിൽ നിറയെ ഒരു ഏട്ടൻ്റെ സ്നേഹം ഉണ്ടായിരുന്നു. അതേ എൻ്റെ അന്നൂട്ടി, നിങ്ങളുടെ പാർത്തിയേട്ടൻ തന്നെയേ ഞാൻ. അത് കേട്ടതും അന്ന അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. സ്വന്തം അനിയത്തി അല്ലെങ്കിലും ഇന്ന് വരെ പവിയെ പോലെ തന്നെയാണ് അന്നയെയും പാർത്തി കണ്ടിരുന്നത്. കരച്ചിൽ നിർത്ത് അന്നൂട്ടി. എല്ലാം അറിയണം, എല്ലാം എന്നോട് പറയണം. പാർത്തി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എല്ലാം പറഞ്ഞു. അപ്പോൾ അന്ന് കണ്ടതാണോ ഐസക് ഡോക്ടർ? ആ, അത് തന്നെയാ എൻ്റെ ഐസക് പപ്പ. 4 വർഷം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറയാൻ പാടില്ലായിരുന്നു? അതോ എന്നെ മറന്നു പോയിട്ടാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല മോളെ. നിങ്ങളുടെ മുന്നിൽ വരണമെന്നുണ്ടായിരുന്നു. പവിയുടെ അവസ്ഥ നിനക്കും അറിയില്ലേ? പിന്നെ ഇപ്പോൾ വന്നത് നിന്റെ നീലേട്ടനെ കണ്ടിട്ടാ. നീലേട്ടൻ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ഞാനും ഉണ്ടാവും എല്ലാത്തിനും. എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ എന്നോട് പറയണം കേട്ടോ, ഇല്ലെങ്കിൽ കൂട്ടുവെട്ടും ഞാൻ. ഓ ശരി എൻ്റെ അന്നൂട്ടി. ഗീതമ്മയും കുമപ്പയും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അന്ന പറഞ്ഞു. കണ്ടു, അച്ഛനെയും അമ്മയെയും കണ്ടു. എനിക്ക് ശരിക്കും മനസ്സിലായി. 2 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട് പവിക്ക് വേണ്ടി സന്തോഷത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് അഭിനയിക്കുന്നതാണ്. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് നിങ്ങളുടെ മോൻ പാർത്തി തിരികെ വന്നെന്ന് വിളിച്ചു പറയാൻ ഒത്തിരി കൊതിച്ചു. അപ്പോഴെല്ലാം എൻ്റെ മുന്നിൽ നിറഞ്ഞ മിഴികളുമായി നിൽക്കുന്ന പവിയുടെ മുഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്നയുടെ ഹൃദയമിടിപ്പ് ഉയർന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പാർത്തിയെ നോക്കി കണ്ണുനീർ വാർത്ത് പെട്ടെന്ന് പാർത്തി കാണാതെ കണ്ണു തുടച്ചു. എല്ലാം അവരോട് പറയണം. എല്ലാം ശരിയാകുന്ന ഒരു നാൾ വരും. ഒരു ദീർഘശ്വാസം എടുത്ത് പാർത്തി പറഞ്ഞു. സാരമില്ല പാർത്തിയേട്ടാ, എല്ലാം ശരിയാകും. അതിന് പാർത്തി ഒന്ന് പുഞ്ചിരിച്ചു. അന്ന തല താഴ്ത്തി എന്തോ ഓർത്തു. ഇതേ സമയം സ്റ്റാഫ് റൂമിൽ ചുറ്റിപ്പറ്റി നടക്കുവാണ് പവി. ടീച്ചേഴ്സ് എല്ലാം ഉച്ചഭക്ഷണം കഴിക്കാൻ അവർക്ക് വേണ്ടിയുള്ള ക്യാൻറ്റീനിൽ പോയി. അതുകൊണ്ട് തന്നെ സ്റ്റാഫ് റൂമിൽ ഒരു പൊടിക്കുഞ്ഞു പോലുമില്ല. പവി എത്തി നോക്കിയിട്ട് പോലും നീലിനെ കണ്ടില്ല. സ്റ്റാഫ് റൂമിൻ്റെ വാതിലിന് മുന്നേ നിന്ന് നഖം കടിക്കാണ് പവി. പെട്ടെന്ന് എന്തോ ഒന്ന് അവളുടെ ഇടുപ്പിലൂടെ പൊക്കിയെടുത്ത് കയറ്റി വാതിലിന് പിന്നിൽ ചുവരോട് ചേർത്ത് നിർത്തി. പെട്ടെന്നായതുകൊണ്ട് കിടിഞ്ഞു വിറച്ചു പോയിരുന്നു പവി. പരിചിതമായ ബ്ലൂ ബോഡി പെർഫ്യൂമിൻ്റെ സ്മെല്ലടിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. മുന്നിൽ കള്ളച്ചിരിയോടെ നിൽക്കുന്ന നീലിനെ കണ്ട് അവളുടെ ചുണ്ടുകൾ കൂർത്തു. പവിയുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയാണ് നീല്. പെട്ടെന്ന് പേടിച്ചതുകൊണ്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ അത് ചെറുനോവ് അവന് നൽകി. വിതുമ്പി കുഞ്ഞു കുട്ടികളെ പോലെ കൂർത്തു വരുന്ന ചുണ്ടുകൾ അത് കണ്ട് അവന് വാത്സല്യം തോന്നി. ചുവന്നു തൊടുത്ത കവിളുകൾ അവൻ അവളെ തന്നെ നോക്കി നിന്നു. അകറ്റി നിർത്തിയിട്ടും ഹൃദയത്തിനുള്ളിലേക്ക് തുറന്നു കയറി ഇപ്പം തൻ്റെ ജീവനും ജീവിതവുമായി അവളെ നോക്കി നിന്നു. എന്താണ് പെണ്ണെ ഇങ്ങനെ കൂർപ്പിച്ചു നോക്കണേ? അവൻ ഒന്നുകൂടെ അവളോട് ചേർന്ന് നിന്ന് ചോദിച്ചു.
വെട്ടിവിറച്ച് പവി അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ നോക്കാൻ ധൈര്യമില്ലാതെ പിടച്ചിലൂടെ കണ്ണുകൾ മാറ്റി. നീലേട്ടൻ മാറിക്കേ, ആരെങ്കിലും വന്നാ, പവി എങ്ങനെയൊക്കെയോ വിക്കി വിക്കി പറഞ്ഞു. അവളുടെ എണ്ണപ്പെറുക്കിയുള്ള സംസാരം കേട്ട് നീലിന് ചിരി വന്നു. എൻ്റെ പല്ലിക്കുട്ടി, നിനക്ക് വിക്കൽ പിടിച്ചടാ. പവി അവനെ കൂർപ്പിച്ചു നോക്കി. നീലേട്ട, പല്ലിന്ന് വിളിക്കല്ലോ. അതെന്താ പല്ലിക്കുട്ടി, ഞാനല്ലേ? നീൽ പവിയുടെ കാതിനോട് ചേർന്ന് നിന്ന് പറഞ്ഞു. പവി ഒന്ന് നടുങ്ങി. അത് മറച്ചു വെച്ചവൾ പറഞ്ഞു, അല്ല, ആരൊക്കെയോ പറഞ്ഞു കോളേജിൽ ഞാൻ സ്ട്രിക്റ്റാ, അങ്ങനെ എന്തോ. പവി കുറുമ്പോടെ നീലിനോട് പറഞ്ഞു. ആ, നീ തന്നെ ഇങ്ങനെ പറയണം. നിനക്കറിയോ പെണ്ണെ, ക്ലാസ് എടുക്കുമ്പോൾ ഒരു വക എനിക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റണില്ല. അതെന്താണാവോ? എന്നെ വായി നോക്കിയിരിക്കുന്നത് കണ്ടാൽ പിന്നെ ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും പവിയെ? കണ്ടൂലേ? പവി ഒരു വലിച്ച ചിരിയോട് ചോദിച്ചു. പിന്നല്ല, നല്ല വെടുപ്പായിട്ട് കണ്ടു. എന്ന് ഞാനും കണ്ടു, നല്ല വെടുപ്പായിട്ട്. അതുകൊണ്ട് തന്നെ നോക്കിയിരുന്നേ, പവി പരിഭവത്തോടെ പറഞ്ഞു. പവി കണ്ടുന്നോ? എന്നാ പറ, എന്താ എൻ്റെ പൊന്നി കണ്ടത്? അത് അവര്. പവി പറയാതെ തപ്പിക്കളിച്ചു. ഏവര്? കുസൃതി ഒളിപ്പിച്ച് നീല് ചോദിച്ചു. അത് ക്ലാസ്സിലെ ഓലക്ക, പോ അവിടുന്ന്. കണ്ട പെൺപിള്ളേരുടെ നോട്ടം മൊത്തം നിങ്ങളുടെ മോത്താണല്ലോ മനുഷ്യ. പിന്നെ ഞാനെങ്ങനെ സമാധാനമായിട്ട് ഇരിക്കും? പോരാത്തതിന് ആ കുർദിര ഫുള്ളും നിങ്ങളെ തന്നെ നോക്കുന്നേ, കുശുമ്പോടെ പവി പറഞ്ഞു. കുർദിരയോ? ആ, അവള് തന്നെ, അർദിര. പവിയുടെ കുശുമ്പ് കണ്ട് നീലിന് ചിരി വന്നു. ഓരോ നിമിഷം കഴിയുന്തോറും പവിയോടുള്ള ഇഷ്ടം അവന് കൂടിക്കൂടി വന്നു. അവരല്ലേ പവി നോക്കണേ, അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പക്ഷെ ഞാൻ എൻ്റെ പവീനെ മാത്രമേ നോക്കുള്ളൂ. കള്ളച്ചിരിയോടെ നീല് പറഞ്ഞു. ശരി, എന്നാൽ ഞാൻ പോവാണ്. ഇനിയും ഇവിടെ നിന്ന് ശരിയാവില്ല. അത് പറഞ്ഞ് പവി നീലിൻ്റെ അടുത്ത് നിന്ന് മാറാൻ തുടങ്ങി. നീലിനോടിടയിൽ അവളെ ഇടുപ്പിലൂടെ ചുറ്റി അവനോട് ചേർത്ത് നിർത്തി. പവി കണ്ണുമിഴിച്ച് അവനെ തന്നെ നോക്കി. അങ്ങനെ വെറുതെ പോവണോ? പിന്നെ ഞാൻ നീലേട്ടനെയും കൊണ്ട് പോവണോ? അതൊന്നും വേണ്ട. ദോ ഇവിടെ ഒരു കുഞ്ഞുമ്മ തന്നിട്ട് പൊക്കോ, അവൻ്റെ ചുണ്ടിൽ തൊട്ട് കാണിച്ചു പറഞ്ഞു. പവിയുടെ 2 കണ്ണിപ്പോൾ ചാടുമെന്ന അവസ്ഥയിലാണ്. എന്താടി ഉണ്ടക്കണ്ണി, നീ ഇങ്ങനെ നോക്കണേ? ഒരു ഉമ്മല്ലേ ചോദിച്ചുള്ളൂ. ചുണ്ടു പുലർത്തി കുഞ്ഞു പിള്ളേർ ചോദിക്കുന്നത് പോലെ നീല് ചോദിച്ചു. അത് കണ്ട് പവിക്ക് അവനോട് വാത്സല്യം തോന്നി. പവി ചുറ്റുമൊന്ന് നോക്കി. പവിയുടെ നോട്ടം കണ്ട് നീലും അവളെ നോക്കിയിടത്തേക്ക് നോക്കി. അവൻ തിരിഞ്ഞതും പവിയുടെ അതിരങ്ങൾ നീലിൻ്റെയുമായി അമർന്നു. നീലിൻ്റെ കണ്ണുകൾ വികസിച്ചു. അവൻ്റെ വലതു കൈ അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടി അമർന്നു. ഇടത് കൈ പവിയുടെ കഴുത്തിന് പുറകെ ചേർത്ത് പിടിച്ചു. പവി അവൻ്റെ കീഴ്ചുണ്ടിൽ അമർത്തി മുത്തി അടർന്നു മാറാൻ തുടങ്ങിയതും നീൽ അവളെ വീണ്ടും അവനിലേക്ക് അമർത്തി. പവി പകച്ച നീലിനെ നോക്കിയതും നീൽ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയതും ഒരുമിച്ചായിരുന്നു. പവിയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. നീൽ അവളുടെ കീഴ്ചുണ്ട് നുണയുമ്പോൾ പവി അവൻ്റെ മേൽചുണ്ട് നുണഞ്ഞു. ഗാഢമായ ചുംബനം അവർ ആസ്വദിച്ചു. അവൻ്റെ നാവ് അവളുടേതായി കോർത്തതും പവി ഞെട്ടിപ്പിടഞ്ഞു. ശ്വാസം കിട്ടാതെയായതും നീൽ പവിയിൽ നിന്നും അടർന്നു മാറി. കിതപ്പോടെ പവി അവനെ നോക്കി. കള്ളച്ചിരിയോടെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും പവിയുടെ കവിളുകളിൽ രക്തം ഇരച്ചു കയറി. പവിയെ, ഇവിടെ ഇങ്ങനെ നിൽക്കാനാണ് പ്ലാനെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും എല്ലാം അറിയും. എനിക്ക് അതിന് വിരോധമൊന്നുമില്ല കേട്ടോ. ഞാൻ പോവാ. അതും പറഞ്ഞ് പവി പുറത്തേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് നീലൊന്ന് ചിരിച്ച്. പിന്നെ അവൻ്റെ കൈകൾ അവൻ്റെ അതിരങ്ങളിലേക്ക് ചെന്ന് നിന്നു. ഒരു ചിരിയോടെ അവൻ അവൻ്റെ സ്ഥാനത്ത് പോയി. ഇന്ന് വരെ അവൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവൻ ആലോചിച്ചു. അമ്മാളുവിലെത്തി നിന്നതും അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ പൊടിഞ്ഞു. അവസാനം ചിന്തകളിൽ പവിയെത്തിയതും അവൻ്റെ ചൊടികളിൽ പുഞ്ചിരി മുട്ടിട്ടു. ഇന്നീ ലോകത്ത് ഞാൻ പ്രാന്തമായി എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പവിയെ മാത്രമാണ്. അത്രയും നീ എന്നിൽ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു പവി. ഇനി എന്നിൽ നിന്നൊരു മടക്കം നിനക്ക് ഈ ജന്മത്തുണ്ടാകില്ല. ഈ ജന്മവും അടുത്ത ജന്മവും ഇനിയുള്ള എല്ലാ ജന്മവും പവി നീലിൻ്റെ മാത്രമാണ്. നീൽ മനസ്സിൽ പറഞ്ഞു. ഹലോ സാറേ, എന്താണ് കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നേ? പരിചയമില്ലാത്ത ശബ്ദം കേട്ടാണ് നീൽ മുന്നിലേക്ക് നോക്കിയത്. നിറപുഞ്ചിരിയുമായി നീലിനെ നോക്കി നിൽക്കുന്നൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ. നീൽ സംശയത്തോടെ അയാളെ നോക്കി. ആ, പറഞ്ഞ പോലെ ഞാൻ ഇവിടെ പുതിയതായിട്ട് വന്ന സാറേ, പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ സിദ്ധാർത്ഥ് രാഘവ്, എന്നെ സിദ്ധു സാർ എന്ന് വിളിച്ചാൽ മതി. ആ, പുതിയ സാറായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ആട്ടെ, ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നേ? നീലൊരു പുഞ്ചിരിയോടെ ചോദിച്ചു. ഇവിടെ ഇലക്ട്രിക്കൽ ടെക്നോളജിയാണ് പഠിപ്പിക്കുന്നേ. ആണോ? എത്ര വയസ്സായി? വയസ്സ് 27. അപ്പം നമ്മൾ ഒരേ ഏജ്. എന്നെ നീൽ സാറെന്ന് വിളിച്ചോ. എൻ്റെ പേര് നീൽജിത്ത് എന്നാ. നാടെവിടെയാ? നാട് കുറച്ച് ദൂരെയാണ്.
ആ വീട്ടിൽ അമ്മ, അച്ഛൻ, ഒരനിയൻ. അനിയൻ ഡിഗ്രി പഠിക്കുന്നു. അല്ല, എന്തിനാ കരഞ്ഞോട് ചിരിച്ചേ? ഓ അതോ, അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചതാ. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, അച്ഛൻ, പിന്നെ എൻ്റെ ഗിരി, പിന്നെ എന്താ? പിന്നെ എൻ്റെ ഭാര്യ. ആഹാ, കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും പറയില്ല കേട്ടോ. ഓ, ഞാൻ ആരോടും പറയില്ല. എന്ന് ഞാൻ പോവുകയാണേ, ക്ലാസ് ഉണ്ട്. ശരി. അതും പറഞ്ഞ് നീല് ബുക്കും എടുത്ത് ക്ലാസ്സിലേക്ക് പോയി. സിദ്ധു നീൽ പോയ വഴിയിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നിട്ട് തിരികെ ചെയറിൽ വന്നിരുന്നു.